എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഫോർബ്സ് മാസിക പുറത്തുവിട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 10 വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇന്ന് ഈ ലോകത്തിന് നെറുകയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ നമുക്ക് തുടങ്ങാം. ഈ ഒരു പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ളത് ഗൂഗിളിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ലാരി പേജ് ആണ്. അദ്ദേഹം 1998 സർഗേ ബ്രിനുമായി കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഗൂഗിൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അദ്ദേഹം 2019 ഡിസംബർ വരെ ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ആൽഫബറ്റിന്റെ CEO ആയിരുന്നു. ഇപ്പോൾ ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ആൽഫബറ്റിന്റെ ഒരു ബോർഡ് മെമ്പറാണ്, സ്റ്റേക്ക് ഹോൾഡറാണ്. ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഇന്ന് 13ാം സ്ഥാനത്താണ് ഉള്ളത്. ഈ ഒരു പട്ടികയിൽ 9ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള 2ാമത്തെ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രധാനമന്ത്രിയായി എന്നുള്ളത് അദ്ദേഹത്തെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമായി. മറ്റൊരു കാരണം, കള്ളപ്പണവും കള്ളനോട്ടും വെളുപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നയം. അതെ, 2016 നവംബർ 8ാം തീയതി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള നോട്ട് നിരോധനവും ഈ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ കാരണമായി. അതുപോലെ തന്നെ ഷി ജിൻപിങ്ങുമായും ഡൊണാൾഡ് ട്രംപുമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളും അവരുമായി ഒപ്പുവെച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള കരാറുകളും ലോകത്തിലെ ശക്തനായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാക്കി മാറ്റാൻ കാരണമായി. ഈ പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ളത് സൗദി രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് ആണ്. ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് തന്റെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവംബർ 2017 അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ആന്റി കറപ്ഷൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം തന്റെ രാജ്യത്ത് മുന്നോട്ട് പോയി. ഇത് ഒരുപാട് പേരെ ജയിലിൽ അടക്കാനും കാരണമായി, നമ്മൾ കണ്ടതാണ്. ഈ ഒരു ക്യാമ്പയിനിന്റെ അനന്തരഫലമായിട്ട് ഏകദേശം 10ഓളം ബില്യനേഴ്സ് പട്ടികയിലുണ്ടായിരുന്ന, ഏറ്റവും ശതകോടീശ്വരന്മാരുടെ പട്ടികയിലുണ്ടായിരുന്ന 10ഓളം സൗദി വംശജരാണ് ഇന്ന് പുറത്തായിട്ടുള്ളത്. ഇന്ന് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ കേന്ദ്ര ബിന്ദുവാണ് സൽമാൻ രാജകുമാരൻ. നമ്മുടെ ഈ പട്ടികയിൽ 7ാം സ്ഥാനത്തുള്ളത് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായിട്ടുള്ള ബിൽ ഗേറ്റ്സ് ആണ്. 1975 പോൾ അലനുമായി ചേർന്നാണ് അദ്ദേഹം മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മെലിൻഡയും കൂടി ചേർന്നുള്ള ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടി ഏകദേശം $100 മില്യൺ ആണ് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തിയിൽ നിന്ന് ഏകദേശം $35.6 ബില്യൺ ആണ് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ലോകത്തെ ശതകോടീശ്വരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഇന്ന് 2ാം സ്ഥാനത്താണ് ബിൽ ഗേറ്റ്സ്. നമ്മുടെ ഈ പട്ടികയിൽ 6ാം സ്ഥാനത്തുള്ളത് റോമൻ കത്തോലിക്ക ചർച്ചിന്റെ ബിഷപ്പായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും കാലം ഉണ്ടായിരുന്ന മാർപ്പാപ്പന്മാരിൽ നിന്നും വളരെയധികം വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോക ജനസംഖ്യയുടെ ഏകദേശം 1/6 വരുന്ന വിഭാഗത്തിന്റെ ആത്മീയ നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കത്തോലിക്ക ചർച്ചിന് മറ്റൊരു മുഖം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിലും മറ്റു സാമൂഹിക പ്രശ്നങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. 2016 നവംബറിൽ അബോർഷൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് മാപ്പ് നൽകുവാനുള്ള അധികാരം തന്റെ പുരോഹിതർക്ക് അദ്ദേഹം നൽകിയിരുന്നു. ഈ ഒരു പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളത് ആമസോൺ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസ് ആണ്. 1994 തന്റെ വീടിന്റെ ഗാരേജിൽ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പുസ്തകങ്ങളുടെ ഒരു ഓൺലൈൻ വിൽപ്പനശാലയായിട്ടാണ് അദ്ദേഹം ആമസോണുമായിട്ട് നമ്മളിലേക്ക് വരുന്നത്. ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ബെസോസ്. 2019 $280.19 ബില്യൺ റെക്കോർഡ് വരുമാനമാണ് ആമസോൺ നേടിയിട്ടുള്ളത്. ഈ കൊറോണ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം പുതിയ വർക്കേഴ്സിനെ പുതുതായി നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നുള്ള വെളിപ്പെടുത്തലുമായിട്ട് ബെസോസ് ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റിനെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് സ്വന്തമാക്കി. കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് റോക്കറ്റും മറ്റും നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമായിട്ടുള്ള ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയും അദ്ദേഹം ഈ അടുത്ത കാലത്ത് സ്വന്തമാക്കി. നമ്മുടെ ഈ പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളതും ആദ്യ 10ലെ ഏക വനിതയുമാണ് അഞ്ചല മെർക്കൽ. 2005
ജർമ്മനിയുടെ ചാൻസലർ എന്ന പദവി അവർ ഏറ്റെടുക്കുമ്പോൾ അന്ന് തിരുത്തി കുറിക്കപ്പെട്ടത് മറ്റൊരു റെക്കോർഡ് കൂടിയായിരുന്നു. ജർമ്മനിയുടെ ആദ്യ വനിതാ ചാൻസലർ. വളരെയധികം മോശമായിരുന്ന ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതിയെ ഇന്ന് യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ആഞ്ചല മെർക്കലുടെ ധീരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും അതിന് വളരെയധികം സഹായകമായിരുന്നു. സിറിയൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ അവർ എടുത്തിട്ടുള്ള മുട്ടുമടക്കാത്ത നിലപാടുകളും ലോകത്ത് വളരെയധികം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ബ്രെക്സിറ്റിൽ നിന്ന് കിട്ടുന്ന തുടർച്ചയായിട്ടുള്ള തിരിച്ചടികൾ മൂലവും അതുപോലെ തന്നെ യൂറോപ്പിൽ വളർന്നു വരുന്ന ഈ അഭയാർത്ഥികൾക്കെതിരെയുള്ള ഒരു വികാരം മൂലവും ഇന്ന് അവരുടെ ഒരു ജനപ്രീതി കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി 2021 നടക്കുന്ന അടുത്ത ടേം ഇലക്ഷനിൽ താൻ ഉണ്ടായിരിക്കില്ല എന്ന് ഈ അടുത്ത കാലത്ത് അവർ പ്രഖ്യാപിച്ചിരുന്നു. ജർമ്മനിയിൽ ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ആഞ്ചല മെർക്കലിന് ശേഷം ആരായിരിക്കും ജർമ്മനിയെ ഇനി നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഫോർബ്സ് പട്ടിക തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തയായിട്ടുള്ള വനിതയായിട്ടും ആഞ്ചല മെർക്കലിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ ഈ പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ആയിട്ട് ജനുവരി 2017 അദ്ദേഹം ആ സ്ഥാനമേൽക്കുമ്പോൾ ആ സ്ഥാനത്ത് എത്തുന്ന ആദ്യത്തെ ബില്യനർ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. വളരെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ നമ്മുടെ ഈ കൊറോണ കാലത്ത് അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളും പരാമർശങ്ങളും വളരെയധികം വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് കണ്ടറിയണം അടുത്ത ടേമിൽ അദ്ദേഹം ഇനി പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയുടെ തലപ്പത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ഇനി നമ്മുടെ ഈ പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ളത് വ്ളാഡിമിർ പുടിൻ. 2013 മുതൽ 2016 വരെ തുടർച്ചയായിട്ട് അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വ്യക്തികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം 2-ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു. അദ്ദേഹം 1999 മുതൽ ഏകദേശം ഒരു വർഷക്കാലം റഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2012 മുതലാണ് അദ്ദേഹത്തെ റഷ്യയുടെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അലങ്കരിച്ചു പോകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ അദ്ദേഹത്തിനും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഇന്ന് FBI ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പട്ടികയിലേക്ക് പുടിനെ എത്തിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് പുടിന്റെ ഒരു ഇൻഫ്ലുവൻസിലൂടെ ഇന്ന് യൂറോപ്പിന് ആവശ്യമായിട്ടുള്ള മെജോറിറ്റി ആവശ്യമായിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്. അതുകൊണ്ട് യൂറോപ്പിന് ഒരിക്കലും പിണക്കാൻ കഴിയാത്ത ഒരു ലോക നേതാവാണ് വ്ളാഡിമിർ പുടിൻ. ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഈ ഒരു പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആരായിരിക്കും? 1-ാം സ്ഥാനത്ത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ജനറൽ സെക്രട്ടറി സി ജിൻപിങ്. അദ്ദേഹം 2012 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2012 തന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ ചെയർമാനായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2013 മുതലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ അദ്ദേഹത്തിന്റെ പാർലമെന്റ് നടപ്പാക്കി. എന്നാൽ അദ്ദേഹത്തെ ഈ ഒരു പട്ടികയിലെ 1-ാം സ്ഥാനത്ത് എത്തിക്കാനുള്ള പ്രധാന കാരണം ചൈനയെ ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വൻ ശക്തിയായി ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഇവരാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 10 വ്യക്തികൾ. നമ്മൾ ഈ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സമ്പന്നരുണ്ട്, ലോക രാഷ്ട്രങ്ങളുടെ തലവന്മാരുണ്ട്, ആത്മീയ നേതാവുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു ചായക്കടക്കാരനായിരുന്നു എന്നാണ്. ഒരു ചായക്കടക്കാരന് ഈ ഒരു പട്ടികയിൽ എത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ ഒരു പട്ടികയിൽ എത്തിക്കൂടാ? സോ ഭാവിയിൽ നമ്മൾ ആരായി തീരുമെന്ന് നമുക്കറിയില്ല. കാലം എന്താണ് നമുക്ക് കാത്തു വെച്ചിട്ടുള്ളത് എന്നും നമുക്കറിയില്ല. നമുക്കതിനു വേണ്ടി പ്രയത്നിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക, നമുക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.